ഹായ് ഓൾ, ദിസ് ഇസ് അരുൺ. അപ്പോൾ നമ്മളൊരു സ്റ്റോക്കിനെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയ ഒരു ഫീച്ചറാണ് ഫിനാൻഷ്യൽ റേഷ്യോസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരു സ്റ്റോക്കിന്റെ ഫിനാൻഷ്യൽ റേഷ്യോസ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് അനലൈസ് ചെയ്യാൻ പറ്റുക? അപ്പോൾ ഞാൻ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ആണ്. അപ്പോൾ ഈ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ നോക്കിയിട്ട് ഒരു കമ്പനി നല്ലതാണോ, അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ, ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കടത്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു കമ്പനിയുടെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ 1-ൽ കൂടുതലാണ് എന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിന്റെ ലോൺ ഇപ്പോൾ 1-ലല്ല, നമുക്കൊരു റേഞ്ച് പറയാം, 1 to 10 ഒരു റേഞ്ച്. അപ്പോൾ ഇതിന്റെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഒരു ഷെയറിന്റെ ഒരു 8 എന്നിരിക്കട്ടെ. അപ്പോൾ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ അത് ഒരുപാട് ലോൺ എടുത്തിട്ടാണ് ആ ബിസിനസ് റൺ ചെയ്യുന്നത്. നമുക്ക് ലോൺ എടുക്കുമ്പോൾ അറിയാം തിരിച്ച് റീപേയ്മെന്റ് വരും, ഇൻട്രസ്റ്റ് വരും. അപ്പോൾ അവർക്ക് പ്രോഫിറ്റ് കിട്ടുമ്പോൾ പ്രോഫിറ്റിന്റെ ഒരു നല്ല ഭാഗം ഇൻട്രസ്റ്റിലോട്ട് പോകും. അപ്പോൾ പ്രോഫിറ്റ് കുറയും സ്വാഭാവികമായിട്ടും. അപ്പോൾ അങ്ങനെയുള്ള കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ മണി, നമ്മുടെ ഷെയറിന്റെ വാല്യൂ കുറയും. അതുപോലെ തന്നെ നമുക്കൊരു നല്ലൊരു ഇൻകം അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളൊരു നഷ്ടത്തിൽ അല്ലെങ്കിൽ ലോൺ എടുത്ത് ഓടുന്ന ഒരു ബിസിനസ്സിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ബിസിനസ്സുകൾ കഴിവതും ഒഴിവാക്കുക. അപ്പോൾ ഈ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഡെപ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഷോർട്ട് ടേം ആയിട്ട് എടുക്കുന്ന ഡെപ്റ്റുകൾ ഉണ്ടാവും, അതുപോലെ ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂ എടുക്കുന്ന ഡെപ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈ രണ്ട് ഡെപ്റ്റിന്റെയും ഡിവൈഡഡ് ബൈ ഇക്വിറ്റീസ് എന്ന് പറയുന്നത് വെച്ചാൽ ഷെയർ ഹോൾഡറിന്റെ ഇക്വിറ്റിയുടെ നമ്പർ, ഷെയറിന്റെ നമ്പർ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ റിസർവ് ആയിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു എമൗണ്ട്, ഇത് തമ്മിലുള്ള അനുപാതമായിരിക്കും ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ 1-ൽ താഴെ വരുന്ന കമ്പനീസ് ആയിരിക്കണം മെയിൻലി നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത്. ബിക്കോസ് അതായിരിക്കും കടം കുറവുള്ള കമ്പനി. കാരണം നമ്മുടെ കയ്യിലുള്ള അസറ്റ് വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഒരു മൂലധനം വെച്ചിട്ട് നമുക്ക് ഈ ലോൺ അടച്ചു തരാൻ പറ്റും എന്നാണ് ഈ 1-ൽ താഴെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതുപോലത്തുള്ള കമ്പനികളിൽ ഒരുപാട് പ്രോഫിറ്റബിലിറ്റിക്കുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ കടം കുറവുള്ള കമ്പനീനെ കണ്ടുപിടിക്കാനുള്ള ഏറ്റവും വലിയൊരു എളുപ്പമാർഗമാണ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. പക്ഷേ ഇത് ഓരോ സെക്ടറുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം നമ്മൾ റിയൽ എസ്റ്റേറ്റ് സെക്ടർ എടുക്കുകയാണെങ്കിൽ അവിടെ അവർ കടം എടുത്തിട്ടാണ് ഒരു പ്രോജക്റ്റുകൾ ബിൽഡ് ചെയ്യുന്നത്. ഒരു ബിൽഡിങ്സ് ഒക്കെ കെട്ടാൻ തന്നെ 3 to 5 വർഷത്തോടെ സമയം എടുക്കും. അപ്പോൾ അവർ ഒരുപാട് ലോൺ എടുത്തിട്ടായിരിക്കും അങ്ങനെ ഒരു പ്രൊജക്ട് കെട്ടിത്തീരുന്നത്. ആ പ്രൊജക്ട് കെട്ടിത്തീർന്നിട്ട് അതെല്ലാം വിറ്റഴിച്ച് കിട്ടിയ ഭാഗം കൊണ്ടുള്ള തിരിച്ച് റീപേയ്മെന്റ് നടത്തുമ്പോഴാണ് ആ ഒരു ലോൺ അവിടെ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോഴും അവരുടെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഉയർന്നു തന്നെ ഇരിക്കും. അവർക്കും റിയാലിറ്റി സെക്ടറിന്റെ ഒരു സ്റ്റോക്ക് എടുക്കുമ്പോൾ പിയർ ഗ്രൂപ്പുകൾ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് അതിൽ ഏറ്റവും കുറവ് ഏതാണോ അതിന് പ്രിഫർ ചെയ്യാം. പക്ഷെ സാധാരണ രീതിയിൽ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഈ റിയൽ എസ്റ്റേറ്റ് സെക്ടറിലുള്ള സ്റ്റോക്സിന് കൂടുതലായിരിക്കും. അപ്പൊ നമ്മൾ സാധാരണ സ്റ്റോക്സ് നോക്കുകയാണെങ്കിൽ ഈ ഒരു വാല്യുവേഷൻ, ഈ ഒരു ഫിനാൻഷ്യൽ റേഷ്യോസിന്റെ ബലത്തിൽ നമുക്കൊരു സ്റ്റോക്കിനെ പെട്ടെന്ന് എടുക്കാം. കാരണം കടം കൂടിയ സ്റ്റോക്കിനെ എടുക്കണ്ട, കടമില്ലാത്ത സ്റ്റോക്ക് തെരഞ്ഞെടുക്കുന്ന രീതിയിൽ. ഇപ്പൊ ഡെപ്റ്റ് കുറവായിട്ടുള്ളത്, കടമില്ലാത്ത സ്റ്റോക്സ് എന്ന് പറയാൻ പറ്റില്ല, കടം കുറവുള്ള സ്റ്റോക്സ്, ഡെപ്റ്റ് ഫ്രീ ആയിട്ടുള്ള സ്റ്റോക്സ് ഉണ്ട്, എങ്കിലും നമ്മൾ അത്യാവശ്യം ലോൺ കുറവുള്ളത് ഒരു 1-ൽ താഴെ ഉള്ളതിന് പ്രിഫർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം പ്രോഫിറ്റും കിട്ടും. നമ്മുടെ ഒരു സ്റ്റോക്ക് ഒരിക്കലും ഒരു ഡൗൺ ട്രെൻഡോ അല്ലെങ്കിൽ ഒരു കടബാധ്യതകളിലേക്ക് മുങ്ങിപ്പോകാതിരിക്കും. കാരണം വീഡിയോകോണിന്റെ ഒക്കെ കാര്യം നിങ്ങൾക്കറിയാം. അപ്പം നിങ്ങൾ വീഡിയോകോണും അതുപോലെ തന്നെയുള്ള ഷെയർസ് നോക്കുക, ഈ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എത്ര കൂടുതലാണെന്നുള്ള രീതിയിൽ നോക്കുക. നിങ്ങളുടെ ഷെയർസിന്റെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ കുറവാണോ കൂടുതലാണോ എന്നുള്ളത് അനലൈസ് ചെയ്യുക. ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് ഇത് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ഇതൊരു ന്യൂ ഇൻഫർമേഷൻ ആണോ എന്നൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. താങ്ക് യു.